കൂറുമാറ്റം, കുതിരക്കച്ചവടം, ഒറ്റുകൊടുക്കൽ, രാഷ്ട്രീയ വഞ്ചനകൾ. കോൺഗ്രസിനെ തകർക്കാൻ പുറമേ നിന്ന് ഒരു പദ്ധതിയും ആവശ്യമായി വന്നിട്ടില്ല. കോൺഗ്രസിൽ തന്നെയുള്ള അധികായരായ നേതാക്കൾ മുതൽ താഴെ തട്ടിലുള്ള കൗൺസിലർമാർ വരെ അതിന് കൂട്ടുനിന്നു. കോൺഗ്രസ് സർക്കാരുകൾ പലതും താഴെ പോയി. പലയിടത്തും കൂട്ടമായി മറുകണ്ഠം ചാടി, കൂറുമാറി. 3/4 നൂറ്റാണ്ടോളം രാജ്യത്തെ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായത് അങ്ങനെയൊക്കെയാണ്. ഈ കഴിഞ്ഞ 6-7 വർഷത്തെ മാത്രം കണക്കെടുത്താൽ കോൺഗ്രസിലെ കൊഴിഞ്ഞുപോക്ക് എത്ര സമ്പൂർണ്ണമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2020 മധ്യപ്രദേശിലെ കമൽനാഥ് മന്ത്രിസഭയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിടുകയുണ്ടായി. സിന്ധ്യയ്ക്കൊപ്പം 6 മന്ത്രിമാർ ഉൾപ്പെടെ 22 പേരാണ് കോൺഗ്രസിൽ നിന്നും രാജിവെക്കുകയും പാർട്ടി വിട്ട് BJPയോടൊപ്പം ചേരുകയും ചെയ്തത്. BJPയിൽ ചേർന്ന ഉടനടി തന്നെ BJP സിന്ധ്യയ്ക്ക് രാജ്യസഭാ സീറ്റ് നൽകി ആദരിക്കുകയുണ്ടായി. 2021 പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ജിതിൻ പ്രസാദ് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുകയുണ്ടായി. സുഷ്മിത ദേവിന് ഓർമ്മ കാണും. കോൺഗ്രസിന്റെ ദേശീയ വക്താവും അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസിന്റെ ചീഫുമായിരുന്ന സുഷ്മിത ദേവ് 2021 കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസിന്റെ മുൻ ഗോവ മുഖ്യമന്ത്രിയായിരുന്ന ലൂസിനോ ഫലേരിയോ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുകയും MLA സ്ഥാനം വിട്ടെറിഞ്ഞ് തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയുമുണ്ടായി. 2022 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലാണ് UPA ക്യാബിനറ്റിൽ മുൻ മന്ത്രിയും 4.5 പതിറ്റാണ്ടോളം കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിച്ചതുമായ മുതിർന്ന കോൺഗ്രസ് നേതാവ് അശ്വിനി കുമാർ പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നത്. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന അശോക് ചവാൻ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുകയും BJPയിൽ ചേരുകയുമുണ്ടായി. BJP ഇദ്ദേഹത്തിനും രാജ്യസഭാ സീറ്റ് വാഗ്ദാനം നൽകുകയുണ്ടായി. ഇതിനു പുറമെ നന്ദേഡ് വഗാല മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നും 55 കൗൺസിലേഴ്സിനെയാണ് കൂറുമാറ്റി ഇദ്ദേഹം കോൺഗ്രസിൽ നിന്നും BJPയിൽ എത്തിച്ചത്. ഗുലാം നബി ആസാദ്, കപിൽ സിബൽ എന്നിങ്ങനെയുള്ള കോൺഗ്രസിന്റെ മുഖമായിരുന്ന നേതാക്കൾ കോൺഗ്രസിന്റെ കാര്യക്ഷമതയിൽ അതൃപ്തി പൂണ്ടും കലഹിച്ചുമാണ് പാർട്ടി വിട്ടത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ 22 വർഷം വെറുതെ കോൺഗ്രസിൽ നഷ്ടമായി പോയി എന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ട ശേഷം പറഞ്ഞത്. മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മിലിന്ദ് ഡിയോറ കോൺഗ്രസ് വിടുകയും BJPയിൽ ചേരുകയും ഉണ്ടായി. ഹർദിക് പട്ടേലും ഇതേ വഴി തന്നെയായിരുന്നു. അദ്ദേഹവും BJPയിൽ ലയിച്ചു. അൽപേഷ് താക്കൂർ, RPN സിംഗ്, പഞ്ചാബ് കോൺഗ്രസ് യൂണിറ്റിനെ നയിച്ചിരുന്ന സുനിൽ ജഗാർ, കേരളത്തിന്റെ കോൺഗ്രസ് IT സെല്ലിന്റെ തലവനായിരുന്ന അനിൽ ആന്റണി എന്നിവരൊക്കെ കോൺഗ്രസ് വിട്ട് കൂറുമാറി BJPയിൽ ചേർന്നവരാണ്. 2019 കർണാടകയിലെ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിക്കും ഒടുക്കം സർക്കാർ താഴെ പോകുന്നതിലും എത്തിച്ചത് ഈ കൂറുമാറ്റങ്ങളാണ്. പുതുച്ചേരിയിലെ നാരായണസ്വാമി സർക്കാർ താഴെ പോയതിനു പിന്നിലും കോൺഗ്രസിലെ കൂറുമാറ്റങ്ങളാണ്. ഗോവയിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയതും സർക്കാരിനെ അട്ടിമറിച്ചതും കോൺഗ്രസിലെ കൂറുമാറ്റങ്ങളാണ്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം രാഷ്ട്രീയ കൂറുമാറ്റങ്ങളിൽ ഏറ്റവും കടുത്ത നഷ്ടം വന്നിരിക്കുന്നത് കോൺഗ്രസിനും ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത് BJPയുമാണ്. കൂറുമാറ്റങ്ങളിൽ MLAമാരും MP മാരും വ്യാപകമായി ഉൾപ്പെട്ടിട്ടുണ്ട്. 2016 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ കൂറുമാറിയ രാഷ്ട്രീയ നേതാക്കളിൽ 42% ജനപ്രതിനിധികളും കോൺഗ്രസിൽ നിന്നുമാണ്. ഇതിൽ 44.9% പേരും ചേർന്നത് BJPയിലാണ്. കോൺഗ്രസിൽ നിന്നും കൂറുമാറിയവരിൽ ഏറ്റവും തലപ്പത്തുള്ള നേതാക്കൾ മുതൽ ദേശീയ വക്താക്കളും മുഖ്യമന്ത്രിമാരും MP മാരും MLAമാരും എന്നിട്ട് താഴെ തട്ടിലുള്ള കൗൺസിലേഴ്സ് വരെ ഉൾപ്പെട്ടിരിക്കുന്നു. പദവികളും സീറ്റുകളുമല്ലാതെ രാഷ്ട്രീയമായി മറ്റ് യാതൊരുവിധ ആദർശങ്ങളോ ലക്ഷ്യങ്ങളോ ഇവർക്കില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പതിറ്റാണ്ടുകളോളം പോന്ന രാഷ്ട്രീയ ജീവിതവും രാഷ്ട്രീയ ആത്മാർത്ഥതകളും ഒരൊറ്റ രാജിക്കത്തിലും പത്രസമ്മേളനങ്ങളിലും ചുരുക്കിയിട്ടാണ് BJPയെ പോലെയുള്ള ഫാഷിസ്റ്റ് വർഗീയ പാർട്ടികളിൽ ഇവർ കൂട്ടത്തോടെ ചേർന്നതും ഐക്യപ്പെട്ടതും. ഇവിടെ മതേതരമായിരിക്കണമെന്നും വർഗീയ ഹിന്ദുത്വ രാഷ്ട്രീയം പരാജയപ്പെടണമെന്നും ഒക്കെ ഉറപ്പിച്ച് കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്ന സാധാരണക്കാരെ കോൺഗ്രസ് പ്രതിനിധികൾ പലപ്പോഴും കബളിപ്പിക്കുകയാണ്. പണത്തിനും പദവിക്കും വേണ്ടി കൂറുമാറുന്ന ഓരോ കോൺഗ്രസ് പ്രതിനിധികളും നടത്തുന്നത് ആധുനിക ജനാധിപത്യത്തിലെ ഏറ്റവും കടുത്ത രാഷ്ട്രീയ വഞ്ചനകളാണ്.